അപ്പോൾ ഗായ്സ് രാവിലെ എണീറ്റു കേട്ടോ. രാവിലെ ഒന്നെല്ലാം നേരെ 10-11 മണിയായി. എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ബെഡ് ഇതാക്കണം കേട്ടോ. ഞാൻ കടന്നതിൻ്റെ ഒരു ഇതാണ്. എനിക്ക് പനിയായിട്ട് വന്നതാണ് കേട്ടോ. വൈകുന്നേരത്തുനിന്ന് കോഴിയൊക്കെ കൊക്കുന്നുണ്ട്. പനിയായിട്ട് വന്നതാണ്. ആദ്യം പണിക്ക് പോയിക്കണം. അപ്പം പല്ലുകൂടി തേച്ചിട്ടില്ല. പല്ല് തേക്കാൻ പോട്ടെ. ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഇവിടെ എല്ലാവരൊക്കെ എന്തിയാവും. ഇത് നേരത്തെ എണീറ്റ് കേട്ടോ ഈ സാധനം. ഇത് നേരത്തെ എണീറ്റ്. അപ്പോൾ ഗായ്സ് ഇമ്മതാക്കാണ് കുറുക്ക് കൊടുക്കാട്ടോ. അത് രണ്ടാമത്തെ തവണയാണ്. ഞാൻ രണ്ടാമത്തെ തവണ ആയപ്പോഴാണ് എണീറ്റത്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ജലദോഷവും ചുമയും പനിയൊക്കെയാണ്. എങ്ങനെ വന്നു വെച്ചാൽ ഞാനെൻ്റെ വീട്ടിൽ വന്നെന്ന് തച്ചുണ്ണി പോയി മഴ കൊണ്ടു. അവിടെ അലക്കാൻ പോയിരുന്നു ഒരു വൈകിട്ട്. പിറ്റേ ദിവസം മഴ ഉണ്ട്. അതെത്താ സ്പൂണൊക്കെ തട്ടിയിട്ടാണ്. മടിയാണ് കഴിക്കാനേ. പിന്നെ ഇതാക്കണം കണ്ടോ അടങ്ങി നിൽക്കൂല. പിന്നെ അമ്മമ്മേനെ കാണിച്ചു തരാം കേട്ടോ. അമ്മമ്മക്ക് എന്താ വെച്ചാൽ ഫുഡിൽ അതായത് കറിക്ക് മത്തൻ കറിയാണ്. അതിന് അരച്ചു കൊടുക്കുക കേട്ടോ. എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട് തോന്നുന്നു. എന്താ അറിഞ്ഞൂടാ. ഞാനൊരു 10-11 മണിയാകണം എന്നിട്ട് അമ്മമ്മ ഹായ് തന്നാ കേട്ടോ. അപ്പോൾ ഇതാക്കണേ രാവിലത്തെ ഫുഡ് ഇതാട്ടോ. അതായത് എന്താ പറയുക ചായക്കടി അമ്മമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അമ്മമ്മ എന്താ പറയുക ദോശയാണ്. അതായത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ ഞാൻ കഴിക്കുന്നത് എന്താ പറയുക വൈറ്റ് ദോശ, വെള്ള ദോശ കേട്ടോ. പിന്നെ ബേബിക്ക് ഇതാക്കണേ എന്താ പറയുക ഇതില്ല ബീട്രൂട്ട് വേവിക്കുകയാണ്. എന്തിനാ വെച്ചാൽ ചോറും ബീട്രൂട്ടും അരച്ച് കൊടുക്കാൻ. എല്ലാവരും ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ മാറ്റി മറിച്ച് അത് തന്നെ കേട്ടോ കൊടുക്കുന്നത്. അതൊക്കെ വേണമല്ലോ, പ്രോട്ടീനില്ലല്ലേ. പിന്നെ ആക്കണ കാബേജ് ഉപ്പേരി, മത്തൻ കറി, തേങ്ങ അരച്ച മത്തൻ കറി കേട്ടോ. പിന്നെ ആക്കണ ചോറുണ്ടാക്കിയിട്ട് മീനുണ്ട്. അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. ഇന്നത്തെ ഫുഡ് അതൊക്കെയാണ്. അപ്പോൾ ഇതാക്കണം ഇതാണ് ചോറ്. അടിപൊളി ഒക്കെ ആയിട്ടുണ്ട്. ഒക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് പൂച്ചാക്ക് നിമ്മിക്കും ലിയോക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആമിക്ക് ഇതാക്കണ് റാഗി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉമ്മ ഉണ്ടാക്കും പറഞ്ഞു. കാരണം ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കാൻ പറഞ്ഞു. അടുപ്പത്ത് തന്നെ നിൽക്കാനായിക്കൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മച്ചി മാവേലി പോയപ്പോൾ കുറച്ച് മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് ഉണക്കി പൊടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഉണ്ട്. എല്ലാം കൂടി ഇവിടെ ഉണക്കാൻ പറ്റില്ല. കാരണം ആ അടുപ്പ് എന്താ പറയുക തീക്കണലുണ്ടാവുമ്പോൾ അതിൻ്റെ മുകളിൽ വെക്കണമാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൂച്ചാൾ വന്നുകൊണ്ട് ഈ നിമ്മിയും ലീയൊക്കെ വന്നുകൊണ്ട് അത് തട്ടി മറിച്ചിടും. അപ്പോൾ കുറച്ചെടുത്ത് ഉണക്കി വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ കേട്ടോ. ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. നമുക്കിങ്ങനെ പോയി നോക്കുക. കണ്ടാ ഇവിടെ വേറൊരാൾ. എന്തുവാണ് ആരൊക്കെയാണ് എണ്ണ എന്തിനാ കരയുന്ന? ഇതാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്വഭാവം അതാണ്. ഏട്ടനക്ക് ഉച്ചവരെ ഉള്ളായിരുന്നു കേട്ടോ പണി. കാരണം മരം കമ്മിയാണ്. മരത്തിൻ്റെ മില്ലിലാണ്. നമ്മളെ ചെടിയൊക്കെ കണ്ടില്ലേ. ചിലത് കാടുമായിട്ടുണ്ടായിട്ടുണ്ട്. ചില ക്ലാരിറ്റിക്ക് ഒരു പ്രശ്നം. ചിലത് കാടായിട്ടുണ്ടായിട്ടുണ്ട്. ചിലത് നശിച്ചു പോയിട്ടുണ്ട്. ചില ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് കാണിച്ചുതരാം. മഴ ആയതുകൊണ്ട് ചില ചെടികൾക്ക് പറ്റില്ല. ഇതിമ്മ ഇങ്ങനെ വെച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ആവുമ്പോൾ കുറച്ച് മഴവെള്ളം തട്ടണം, എന്നാലേ നല്ലവണ്ണം ഉണ്ടാവുള്ളൂ പറഞ്ഞാണ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഒതുക്കി വെക്കും. പക്ഷേ ഈ മണി പ്ലാന്റ് ആണ് ഉണ്ടായി കിട്ടാത്തത്. ഉമ്മാണ് വരുന്നത്. ഇതൊക്കെ നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല മഴയാണ്. എപ്പോൾ വീഡിയോസ് എടുത്താലും ഈ കോയിനെ സമ്മതിക്കില്ല. ഏട്ടൻ്റെ 2 വണ്ടി ഉണ്ട്. ഇനി അവിടെ ഒരു വണ്ടി വരും, ആദ്യയുടെ സ്കൂട്ടി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെച്ചാൽ ഉമ്മാക്കൊരു നേരം ഒഴിവില്ല. കൊറിയറായിട്ടും വീട്ടിലെ ജോലിയായിട്ടും ആടിനെ നോക്കിയിട്ടും എല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക് പാക്ക് ചെയ്തുകൊണ്ട് കൊറിയർ ഓഫീസ് കൊറിയർ അയക്കണം. അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ഉണ്ടാവില്ല, വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇതാ പോകുന്നേ. ഇപ്പം തന്നെ വിൽക്കാൻ പോയി ഇല്ല വിയ്യാൻ പോയി ഈ ഒരു സാധനത്തോണ്ട്.
പിന്നെ നമുക്കൊരു ആടും കൂട് പുതിയത് ഉണ്ടാക്കിയിട്ടോ, കാണിച്ചു തരാം. ആട്ടിൻ്റെ കൂട് പുതിയത് ഉണ്ടാക്കിയതാണ്, അടിപൊളിയാണ്. കാണിച്ചു തരാം. അതാണ് ഇത്. മഴ ആയതുകൊണ്ട് ഇപ്പം നനഞ്ഞ് നിൽക്കുകയാണ്, അതാണ് ഒന്നാമത് ഇങ്ങനെ. അല്ല അതിന് മുകളിൽ ഇതിട്ടെടുത്താണ്, തുണിയൊക്കെ ഇട്ടെടുത്ത് കേട്ടോ, ഇവർക്ക് മറയിട്ട്. അത് കാര്യമൊക്കെ ഉണ്ടോ, കോഴി അങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയുന്നത്. കണ്ടില്ലേ? പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഞാൻ കുറച്ച് മഴക്കാലമായപ്പോൾ ഈ പൊട്ടിച്ചാണ്ട് 10 മണി മുതലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടാവണില്ല, കാരണം മഴ ആയതുകൊണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ ഓർഡർ ചെയ്യുക, നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക. അങ്ങനെ. ഹായ്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? പനിയാണ് വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്ന. അപ്പം ഇങ്ങനെ നല്ല മഴ. ടാറ്റാ. കണ്ണോണ്ട് ഉരുട്ടി പഠിപ്പിക്കും. കുപ്പായം എന്താ തിരിച്ചിട്ടാണ്? അല്ല, എങ്ങനെയൊക്കെയാണ് അവ ഇട്ട് തന്നെയാണ്. അത് കഴിക്കാനല്ല പറഞ്ഞ. എന്റെ എപ്പച്ച എന്തേ അമ്മിയ ഇമ്മേട്ടേ നടന്നത്. ആമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇതൊക്കെ. കിട്ടിക്കഴിഞ്ഞാൽ നെക്കടി പീച്ചു. ഞാൻ പെരുന്നാൾക്ക് മൈലാഞ്ചിട്ട് കൊടുത്താണ് അല്ലേ. എന്താണ് എന്താണ് ആമി? ഒന്ന് നേരം വെങ്ങ. എവിടെ? അപ്പം അമ്മ ഇതാക്കണം പുറത്തിറങ്ങി. മഴയൊക്കെ ചോർന്നപ്പം മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ചാറ്റൽ മഴക്ക് അമ്മ പുറത്തിറങ്ങൂല, കാരണം അമ്മക്ക് പേടിയാണ്. പിന്നെ 2 വട്ടം പനി വന്ന് പോയത്. എല്ലാവർക്കും പനി വന്ന് പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും സൂക്ഷിക്കുക, മഴ കൊള്ളാതെ നിൽക്കുക. ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ഇപ്പം അമ്മിമോൾ ഇതാക്കണം ഉറങ്ങി. ഞാൻ തച്ചുണി പോയി കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് പോന്നു കേട്ടോ. ആദ്യം ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ, നിങ്ങൾ ആദ്യം കണ്ടത് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തെ ഇതാട്ടോ. അതാണ് ആ കുപ്പായ ഇതൊക്കെ മുഷിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഇതാക്കണ വീടിൻ്റെ അടുത്തത്തെ പൂച്ച കേട്ടോ. അതാ വാങ്ങുന്ന പൂച്ച ഉണ്ടാവില്ലേ, വലിയ തൊപ്പരല്ലേ, ഇത് നമ്മളെ പൂച്ച നിമ്മി. ഇത് നിമ്മി, മറ്റേ ലിയോ ആണ്. ഇതെന്തിനാ വെച്ചാൽ ഉമ്മ പുല്ലിന് പോകാൻ നിൽക്കുക. അപ്പം ഉമ്മാൻ്റെ കൂടെ വെയ്ത്താലെ കൂടെ പോകാൻ വേണ്ടി ഉമ്മ കൊണ്ടുപോയില്ല. അമ്മ എവിടേക്ക് പോകണമെന്നുണ്ട് പോകും, ബാത്റൂമിലേക്കായാലും കുളിക്കാനായാലും എന്തിനായാലും എവിടേക്ക് പോകണമെന്നുണ്ട് വെയ്ത്താലെ കൂടി പോകും. ഉമ്മാൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇതാക്കണ ഉമ്മ കൊണ്ടുപോയില്ല. അമ്മ വേഗം സ്ഥലം വിട്ടു ഓളെ കാണാതെ. അപ്പോൾ പെണ്ണാട്ടോ. അപ്പോൾ ചീര കാണിച്ചു തരാണ്. നമ്മൾ അവിടെ നിന്നാണ് ചീര കൊണ്ടുപോകല്. ഉമ്മ നട്ടതാണ്, എനിക്ക് വേണ്ടി നട്ടായിരുന്നു. ഉമ്മ ഇതാക്കണ ഇങ്ങനെ നിൽക്കണം അന്തം വിട്ടുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ എന്താണ് ഉമ്മ അന്തം വിട്ട് നിൽക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഉമ്മ പറയാം ഒന്നുമില്ല എന്ന് പറയാണ്. അമ്മിമോളെ ഉറക്കിക്കാണ്ട് പോയതാണ് പുറത്തേക്ക്. അത് ഇപ്പോൾ തന്നെ ഉണരും. അങ്ങനെ അപ്പോൾ എന്തൊക്കെ അങ്ങനെ വർത്താനം പറയണേ, കാരണം ഇപ്പം ഞാൻ ഇവിടെ നിൽക്കാറൊന്നുമില്ലല്ലോ. പിന്നെ ഇതാക്കണേ നിമ്മി നിരാശനായ കാമുകിയെ പോലെ നിൽക്കുന്നു കൊണ്ടാത്തിന്. ഇനി വന്നു കഴിഞ്ഞാണ്ട് ഒരു സ്നേഹപ്രകടനം നെഞ്ഞത്തൊക്കെ കയറിക്കാണ്ട്. പിന്നെ ആമി കരഞ്ഞപ്പോൾ ഉള്ളോട്ട് പോകട്ടെ നമ്മൾ. അപ്പോൾ ഇതാക്കണേ ആദി എടുത്തോട്ടോ ഉറങ്ങി എണീറ്റ്. അങ്ങനെ ഉറങ്ങി എണീറ്റ് ഫ്രഷായി കുളിപ്പിച്ചിട്ടൊക്കെ ഇട്ടെടുത്തത്. അവളെ അപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ കളിക്കണം. അവളെ സോപ്പ്, അവൾക്ക് എന്താ പറയുക ബേബി സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കളിക്കുക കേട്ടോ. ഭയങ്കര കളിയാണ്, കണ്ടില്ലേ? അതിനൊക്കെ എടുത്ത് മേടും. അതിന് അവൾക്ക് എന്താ പരിപാടി വെച്ചാൽ അത് നിലത്തേക്ക് ഇടുക. എന്ത് സാധനം ഉണ്ടെങ്കിൽ അത് നിലത്തേക്ക് ഇടുക. ആര് കൊടുത്താലും അത് നമ്മൾ എടുത്തു കൊടുക്കുക. പിന്നെ അത് ഇപ്പുറത്തേക്ക് ഇടുക, അവിടെ നിന്ന് എടുത്തു കൊടുത്താൽ അപ്പുറത്തേക്ക് ഇടുക. കണ്ടില്ലേ? മനഃപൂർവ്വം ഇടുകയാണ് ഇത്. അതാ ഞങ്ങൾ പറഞ്ഞ ചെറുച്ചണം കേട്ടോ. എന്താ പറയുക, അത് മനഃപൂർവ്വം ഇടുക കണ്ടോ. ചാടുന്നല്ല, അത് ഇടുന്നതാണ്. എന്നിട്ട് നമ്മൾ എടുത്തു കൊടുക്കണം. അതാണ് ഓളെ കളി. എന്തിട്ടോ ഇനിയിപ്പോൾ ഈ സൈഡ് കിട്ടും. അപ്പം പറയാം കണ്ടില്ല എടുത്ത് കൊടുക്കണ്ടെന്ന് പറയാം. അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പെരും കരച്ചിലാണ്. ഓളെ ആ കളിക്ക് നമ്മൾ നിൽക്കണം. നമുക്കാണ് അതിനാവൂല. അതൊക്കെയാണ് ഓളെ കളി. എന്ത് സാധനം കൊടുത്താലും ഓൾക്ക് തന്നെ. അതാണ് ഓളെ കളി, കണ്ടില്ലേ? പിന്നെ അതിനൊന്നും കിട്ടൂല, കാരണം
പിന്നെ അങ്ങനെ കുറേ നേരം നിർത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം പറയാണ് ഇത് പിടിച്ചോ, മുറുക്കി പിടിച്ചോ, ഇനി ചാടിക്കണ്ടെന്ന് പറയാം, ഇനി ചാടിച്ചാൽ ഞാൻ എടുത്ത് തരൂല എന്ന് പറയാം. പിന്നെ ഈവനിങ് സ്നാക്സ് വാങ്ങി കൊടുന്ന് കഴിച്ചു. പിന്നെ ചായ കുടിച്ചു, കട്ടന്. പിന്നെ നമ്മൾ ഇതാക്കണ വ്യാഴാഴ്ച ചന്ത എന്ന് പറയും. അതായത് എടവണ്ണക്ക് എത്തണ്ട, എടവണ്ണൻ്റെ മുന്നെയാണ്. നല്ലൊരു ഏക്കർ സ്ഥലത്ത് നിറച്ച് എല്ലാ പച്ചക്കറി, മീനും, പിന്നെ സോപ്പും ഒക്കെ അലക്കണ സോപ്പും ഒക്കെ ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ വാങ്ങുന്നതൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല നീറ്റായ നല്ല ചൊറുക്കില്ല പച്ചക്കറികളേക്കാളും. അപ്പോൾ ഇതാക്കണേ ഞാൻ നിന്ന് വാങ്ങുകയാണ് കേട്ടോ. ഇന്നെ ആദ്യം എടുത്തതാണ് പുറത്തെടുത്തതാണ് ഇന്നെ ആദ്യം കേട്ടോ. ഞാൻ അയാളോട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാണ്. കാരണം ഇന്നെ കൊണ്ടുപോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ളത് വാങ്ങാം. ഇനി അത് കൊടുന്ന് ഇത് കൊടുന്നില്ല എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഗായ്സ് ഞാൻ പണിയൊക്കെ വെച്ച് വന്നു, അതേമാതിരി കുളിച്ച് ഫ്രഷായി. ഞാൻ റിനൂസിനെ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ കണ്ടോ ഡ്രസ്സ് ഇവിടെയാണല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ടോട് കൊണ്ടുപോകാൻ വെച്ച് ഡ്രസ്സ് ഇവിടെ. അപ്പോൾ ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറി കണ്ടു. ഡ്രസ്സൊക്കെ മാറി നേരെ എടവണ്ണ പച്ചക്കറി വ്യാഴാഴ്ച ചന്ത ഉണ്ട്, അങ്ങോട്ട് ഞങ്ങൾ പച്ചക്കറി വാങ്ങില്ല. ഞങ്ങൾ നേരെ വ്യാഴാഴ്ച ചന്ത പോയി. അങ്ങനെ പോകല് ലോങ് ഒന്നും ഞാൻ നോക്കല്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ പോണത് പെരും മഴയെന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ കുറച്ച് മഴ തക്കം കുറഞ്ഞു. ഇവിടെ പോകുമ്പോ മഴയല്ല, പക്ഷെ അങ്ങോട്ട് പോയപ്പോ മഴ ഉണ്ടായിരുന്നു. ആ ഷോർട്ടാ കണ്ടത്, ആ വീഡിയോസ് കണ്ടത്. ഇപ്പൊ ഞങ്ങള് പച്ചക്കറി ഒക്കെ വാങ്ങി വന്നു, വീട്ടിലെത്തി. ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറി വീട്ടില് പോണം. ബേബി അവിടെയാണ് വീട്ടില്. എനിക്ക് പനിയാണ്, അപ്പൊ എന്നെ കൊണ്ട് വ്യത്യാസം ഉണ്ടാവല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ മുന്നേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാന് എന്താ പറയാ, എന്നെ കൊണ്ട് കഴിയണൊക്കെ ഉൾപ്പെടുത്തില്ല. കൊറേ ലേഖാക്കണില്ല, കൊറേ ലേഖാക്കുന്നില്ല. അപ്പൊ എന്താ അത്രയൊക്കെ ഉള്ളൂ. വീട്ടിലെത്തിയിട്ട് കാണാം കാണട്ടോ. അതിന്റെ ഒപ്പം ചെയ്യുന്നില്ല. ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറക്കിടാലോ. വീട്ടിലെത്തിയിട്ട് കാണാം. മഴ കേട്ടോ, ആരും മഴ കൊള്ളാതെ നിൽക്കുക. പിന്നെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം നമ്മള്. എനിക്ക് പനിയായിട്ട് വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുകയാണ്. നമ്മൾ നേരെ തച്ചുണിയിലേക്ക് വന്നിട്ട് ഫസ്റ്റത്തെ വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ഷോർട്ടാക്കി ചെയ്യേക്കാരും അല്ലെങ്കിൽ വ്ളോഗാക്കി ചെയ്യേക്കാരും. നമ്മളെ അക്കൗണ്ടിൽ കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണ്ട കേട്ടോ. അതല്ലെങ്കിൽ ആ Q&A പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെ പ്രോബ്ലം കാര്യങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതെ അതെ, ചിലവർക്കത് ഉപകാരമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് കുറെ അസൂയുള്ള പേരൊക്കെ ഉണ്ട് പുറത്തുനിന്നുള്ളവര്. കുറെ അസൂയുള്ള ആൾക്കാരുണ്ട്. ഓലൊക്കെ ഇതാണ് അതിന് പച്ചക്ക് പറയണില്ല. എല്ലാരും പറയും നിങ്ങൾക്ക് ഇതന്നെയാണോ പരിപാടി, ഇതന്നെയാണോ എല്ലാരും വിചാരം. എല്ലാരും വിചാരം ഇതൊരു സിമ്പിൾ ആണെന്നാ. കാരണം നമ്മളൊരു ചെയ്ത് കണ്ടന്റ് കണ്ടെത്തി കൊറേ റിസ്ക് എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനെ ഒരു ബ്ലോഗിൽ 6000 സബ്സ്ക്രൈബർ അങ്ങ് കുറച്ചൊക്കെ. പക്ഷെ അത്രയും റിസ്ക് എടുത്ത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എത്ര ദിവസം കൊണ്ട് നിങ്ങൾ 6000 സബ്സ്ക്രൈബർ ഉണ്ടാക്കുന്നു. അതുമല്ല, ഒന്ന് വ്ലോഗ് ഒന്ന് എടുത്ത് കണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നല്ല കണ്ടന്റ് ഉണ്ടാക്കി ഒന്ന് ഒരു വട്ടം ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഗതിയോട് ബുദ്ധിമുട്ട് ഈ പറച്ചിൽ ആരോടാണ് കാണുന്നവർക്ക് മനസ്സിലാവും ആരോടാണ്. അതെ, അപ്പൊ ഇഷ്ടമില്ലാത്തൊരു ഓരോ വഴിക്ക് നടക്കട്ടെ. ഞങ്ങൾ അത് തിരിഞ്ഞു നോക്കാനേ നിൽക്കുന്നില്ല. അതിൻ്റെതായിട്ട് ഞങ്ങൾ ഓരത് കേട്ട് കണ്ട് ഞങ്ങൾ വീഡിയോ ഇടാതൊക്കെ ഒന്നുമില്ല. അത് പക്ക നല്ല നാട്ടിലായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ മുന്നോട്ടേ പോകും, വേക്കോട്ട് നിൽക്കില്ല. ഇനി വേക്കോട്ട് നിൽക്കണ്ടെങ്കിൽ അതിൻ്റെതായിട്ട് കാരണം ഉണ്ടാവും, നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഒരടി കാല് ബാക്കോട്ട് വെച്ചാൽ അത് അയാൾ തോറ്റു എന്നല്ല അർത്ഥം. എന്തെങ്കിലും ലക്ഷ്യം കണ്ടോണ്ടേക്കാരം ബാക്കോട്ട് വെക്കണേ. പക്ഷെ ആ ഓലൊക്കെ ജയിച്ചിങ്ങനെ മുന്നോട്ട് ഏറ്റവും തലപ്പത്തെത്തി നിൽക്കുമ്പോഴേക്കാരം നമ്മൾ ഒരു കാലം മുന്നോട്ട് വെക്കണത്. നമ്മൾ ജയിക്കാനുള്ള കാലകാരം. പുതിയ കണ്ടന്റ് പുതിയ വിശേഷങ്ങളൊക്കെ Q&A പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് മാത്രം ഞങ്ങൾ ഉത്തരം പറയല്ല. അതിൽ ഞങ്ങൾ എന്താ വ്ളോഗിന്റെ യൂട്യൂബ് ചാനലിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇനിയിപ്പോ എന്ത് പച്ചക്ക് പറയുകയാണെങ്കിൽ എന്ത് ഉളുപ്പില്ലാത്ത വർത്തമാനം ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചില്ല, അതിനനുസരിച്ചുള്ള മറുപടി ഞങ്ങൾ അവിടെ തരുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ എന്ത് പച്ചക്ക് ചോദിക്കാം. അതല്ലാതെ അവിടെ പോയി പറഞ്ഞു ഇവിടെ പോയി പറഞ്ഞാണ്ടാവും അന്വേഷിക്കേണ്ട ഞങ്ങളെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് അങ്ങോട്ട് കൂടി അന്വേഷിക്കേണ്ട ആവശ്യമല്ല. ഞങ്ങൾ ഡയറക്റ്റ് പറയുന്നത്, അത് ഇല്ലാത്തൊന്നും നിങ്ങൾ ഉണ്ടാക്കി പറയില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു നീട്ടില്ല. ഞാൻ അടുത്തൊരു വീഡിയോസിൽ പറയാം.
ഇനി ഈ വീഡിയോസൊന്നും എടുക്കുന്നില്ല, ഈ വീഡിയോസിൻ്റെ ലാസ്റ്റാണ്. കാരണം ഇനി വെയ്യ, തീരെ നേരത്തെ കിടന്നുറങ്ങട്ടെ കരുതി. അപ്പോൾ ആദ്യം അങ്ങനെ ചുക്കാപ്പി വാങ്ങാൻ പോയ വീഡിയോ ആണ്. ചുക്കാപ്പി വാങ്ങി ഉണ്ടാക്കി ഭദ്രമായി ഉറങ്ങിയപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഓക്കെ.